ജീവിതത്തെ ലക്ഷ്യം നേടാനുള്ള ഒരു യാത്രയായിട്ടാണ് കാണുന്നത് നമ്മൾ. എവിടെയെങ്കിലും നമുക്ക് എത്തണം, എന്തെങ്കിലും നേടണം, മറ്റാരേക്കാളും മുന്നിൽ എത്തണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. ഇവിടെ ലക്ഷ്യത്തിലെത്തേണ്ട, എന്തെങ്കിലും നേടേണ്ട എന്നല്ല പറയുന്നത്. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് വേണം അവിടേക്ക് നമ്മൾ എത്താൻ. ലക്ഷ്യം നേടാനുള്ള യാത്ര അതുമാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ ജീവിതത്തെ നമ്മളൊരു മത്സരമായിട്ടാണ് കാണുന്നത്. ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു മത്സരമല്ല, ഈ നിമിഷത്തിൽ ജീവിക്കലാണ്. ആ ജീവിക്കലിലാണ് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്. നമ്മളെല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും അന്വേഷിക്കുന്നത് നാളെയാണ്. നാളെ എൻ്റെ ജീവിതം പൂർണ്ണമാവും. ആ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സന്തോഷമെന്ന് പറഞ്ഞാൽ അത് ഈ നിമിഷത്തിലാണ്. ഈ നിമിഷത്തിൽ തരുന്ന എല്ലാത്തിനെയും അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്, സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഒരാൾ മല കയറുമ്പോൾ അവിടെ എത്തേണ്ടതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ ആ യാത്രയിൽ ഇളം കാറ്റിൻ്റെ തലോടൽ അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇലകളുടെ മർമ്മരം ഒരു സംഗീതം പോലെ അയാൾക്ക് കേൾക്കാൻ കഴിയും. അയാളുടെ പാദങ്ങൾ നിലത്ത് തൊടുന്നത് അയാൾക്ക് അറിയാൻ കഴിയും. ആ നിമിഷം ഭൂമിയുടെ സാന്നിധ്യം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണ് അത് അനുഭവിക്കാൻ കഴിയുക. പക്ഷേ ആ യാത്രയിൽ അയാളുടെ ശ്രദ്ധ മുഴുവനും ആ മലമുകളിൽ എത്തേണ്ടതിനെക്കുറിച്ചായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഒരു പൂവ് മറ്റൊരു പൂവായിട്ട് മാറാൻ ശ്രമിക്കുന്നില്ല. അത് ആ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് അതിൻ്റെ സുഗന്ധവും മനോഹരിതയും ആളുകൾക്ക് അനുഭവിക്കാനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരാൾ മറ്റൊരാളായിട്ട് മാറാനുള്ള ഓട്ടത്തിൽ അയാൾ ക്ഷീണിതനാവുകയാണ് ചെയ്യുക. ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം നേടാനുള്ള യാത്ര മാത്രമല്ല. അവിടെ ലക്ഷ്യത്തിലെത്തണ്ട എന്നല്ല പറയുന്നത്, ഒരു നേട്ടവും നേടണ്ട എന്നല്ല പറയുന്നത്. ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് വേണം അവിടേക്ക് നമ്മൾ എത്താൻ. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ജ്ഞാനം വേണം. ഈ ജ്ഞാനം ശരിയായ രീതിയിൽ പഠിക്കാനാ, അതിൽ ജീവിക്കാനാ എത്ര വർഷം ഞാൻ എടുക്കും? ഗുരു പറഞ്ഞു, 10 വർഷം. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഞാൻ രാത്രിയും പകലും കഠിനമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം എടുക്കും? അപ്പോൾ ഗുരു പറഞ്ഞു, 20 വർഷം. അപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ രാത്രിയും പകലും കഠിനമായി പഠിച്ചു കഴിഞ്ഞാൽ അതിലും കുറഞ്ഞ വർഷങ്ങളല്ലേ എടുക്കുക? അപ്പോൾ ഗുരു പറഞ്ഞു, ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള നിൻ്റെ ജ്വരം, അത് നേടാനുള്ള
നിൻ്റെ കഴിവിനെ ഭാരപ്പെടുത്തുകയാണ് ചെയ്യുക. അന്ന് വൈകുന്നേരം ഗുരു ശിഷ്യനെയും കൊണ്ട് ഒരു മലമുകളിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, അവിടേക്ക് എത്താൻ എത്ര ദൂരമുണ്ട്, എത്ര സമയം എടുക്കും, ഇനിയും കുറേ ദൂരം പോകണമോ, കുറേ സമയം എടുക്കുമോ? ഗുരു ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു, ഇലകളുടെ മർമ്മരമുണ്ടായിരുന്നു, പക്ഷികളുടെ ശബ്ദങ്ങളുണ്ടായിരുന്നു. കുറച്ച് അകലെയായിട്ട് ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു, അതിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. മലമുകളിൽ എത്തിയ സമയത്ത് ഗുരു ശിഷ്യനോട് ചോദിച്ചു, നമ്മൾ നടന്നു വന്ന വഴികളിലൂടെ ആ ഒരു കാറ്റിൻ്റെ ശബ്ദം നീ കേട്ടോ? പക്ഷികളുടെ ശബ്ദം കേട്ടോ? ഇലകളുടെ മർമ്മരം കേട്ടോ? അരുവിയുടെ ആ ഒരു ശബ്ദം നീ കേട്ടോ? ശിഷ്യൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ കേട്ടില്ല ഗുരു. അപ്പോൾ ഗുരു പറഞ്ഞു, ശരിക്ക് നീ അന്വേഷിച്ച ജ്ഞാനം നീ നടന്ന വഴികളിൽ, ഈ ശബ്ദങ്ങളിൽ, ഈ കാഴ്ചകളിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നിനക്ക് നിൻ്റെ യാത്രയിൽ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേ? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് നേടിക്കഴിഞ്ഞാലാണ് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അത് ആ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണ് അത് അനുഭവിക്കാൻ കഴിയുന്നത്. ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മറക്കരുത്.